രേണു സുധി വേഴ്സസ് മസ്താനി ലൈവിൽ കുറച്ചു നേരം മുമ്പ് നടന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളിക്കത്തിയ ഒരു വഴക്കായിരുന്നു കേട്ടോ. ആദ്യം തന്നെ വിധവ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഡോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിധവ എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ട്ണറെ നഷ്ടപ്പെട്ട ഒരു വ്യക്തി. അതിപ്പോ മരിച്ചു പോയതോ വേർപിരിഞ്ഞതോ ആവാം. അങ്ങനെയുള്ളപ്പോൾ ഒരാൾ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം ഹി ഓർ ഷീ ഈസ് എ വിഡോ. റേണു ഇരുന്ന് പറയുന്നത് ഞാൻ വിധവയല്ല, എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, എന്റെ മനസ്സിലുണ്ട് എന്നാണ്. ഓക്കെ, ആ മനുഷ്യനോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് പുള്ളിക്കാരത്തി പറയുന്നതായിരിക്കാം. അഗാധമായ ഒരു സ്നേഹമാണ്, ബോണ്ടിങ് ആണ്. അതിൽ കയറി മസ്താനി ഒരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരു വിയോജിപ്പ് തോന്നിയ ഒരു ഗെയിമാണ്. മരിച്ചിട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആൾക്കും രേണു സുധി സമാധാനം കൊടുക്കുന്നില്ല എന്നാണ് മസ്താനി പറയുന്നത്. വളരെ ഫൺ രീതിയിൽ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചതുപോലെയൊക്കെ തോന്നി. മരിച്ച ആളെ വലിച്ചഴിച്ചിട്ട് ആ രീതിയിൽ വളച്ചൊടിക്കുന്ന അത്ര റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അവരുടെ പേഴ്സണൽ വിഷയത്തിൽ കയറി അവരെ ചുമ്മാ ഓരോന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഒരു രീതിയിലുള്ള പ്രൊവോക്കേഷനും ഇല്ലായിരുന്നു. ഹൗസിനകത്തേക്ക് കയറിയ പാടെ ശുദ്ധിച്ചേട്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞതില്ല ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അപ്പം ദൈവമേ ഞാൻ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് കയറുന്നവരുണ്ട്, അതേപോലെ അവർ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. രേണുവിനെ ചൊറിഞ്ഞാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ രീതിയിലൊരു ആര്യം പറയുന്ന പോലെ റിവേഴ്സ് സൈക്കോളജി ആയിരിക്കാം പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങോട്ട് ഒത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം രേണു നല്ല രീതിയിൽ അവിടെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. സുധിച്ചേട്ടനെ ഇട്ടുള്ള കളിയൊന്നും വേണ്ട, അത് മാറ്റി പിടിച്ചോ മസ്താനി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നല്ലത് തിരിച്ചു പറയാൻ രേണുവിന് അറിയാം, പക്ഷെ പലപ്പോഴും പ്രതികരിക്കാതിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പോലും രേണു പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ ഫയർ ആവും, അത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രതികരിച്ചാൽ നല്ല ഫയർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പുറത്ത് അവർ നേരിട്ടിടത്തോളം പ്രശ്നങ്ങളൊന്നും ആരും നേരിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കേണ്ട ഒരാള് ഒതുങ്ങി ഒരു മൂലയിലേക്ക് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലും ഈ ഒരു പ്രതികരണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുവാണ്, വീക്കായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നപ്പത്തെ ആ ഒരു റിയാക്ഷൻ രേണു ഇത്രയും ദിവസം കാണിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളി ആയനെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് മസ്താനി വരേണ്ടി വന്നു രേണുവിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട്. അതിപ്പോ എക്സ് ഓർ വൈ പേഴ്സണൽ വിഷയം എടുത്തിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും രേണു അവിടെ ട്രിഗർ ആയി എന്നുള്ളതാണ്, നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. അവനെ ട്രിഗർ ചെയ്ത് ഇമോഷണലി തളർത്തുന്നതാണല്ലോ ഈ ഒരു ഗെയിം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തളരാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. രേണു അവിടെ നല്ല രീതിയിൽ തളർന്നൊരു ബെഡിൽ ഇരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയൊന്നും അല്ല. ശരിക്കും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് നിന്ന് എല്ലാവർക്കെതിരെയും കളിക്കാൻ പ്രാപ്തിയുള്ള, അതിനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും നല്ലൊരു ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് മസ്താനിയോട് ഈ പ്രതികരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇത്രയും ദിവസം വെറുതെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് രേണു സുധി.